ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ സൂപ്പർ താരമായ റാഫീഞ്ഞ FC ബാഴ്സലോണയുടെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമാണ്. ഈ സീസണിലും മികച്ച പ്രകടനമാണ് റാഫീഞ്ഞ പുറത്തെടുക്കുന്നത്. ഈ സീസണിൽ ബാഴ്സലോണ 6 മത്സരങ്ങളിലാണ് പരാജയപ്പെട്ടത്. അതിൽ 5 മത്സരങ്ങളിലും റാഫീഞ്ഞ ഇല്ലായിരുന്നു. റാഫീഞ്ഞ ഇല്ലെങ്കിൽ പരാജയപ്പെടുന്നു എന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ FC ബാഴ്സലോണക്കുള്ളത്. ഏതായാലും റാഫീഞ്ഞയുമായി ബന്ധപ്പെട്ട രസകരമായ ഒരു കണക്ക് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അതായത് കരിയറിൽ ഇതുവരെ ഒരൊറ്റ തവണ മാത്രമാണ് റാഫീഞ്ഞ പെനാൽറ്റി പാഴാക്കിയിട്ടുള്ളത്. അത് അദ്ദേഹത്തിന്റെ കരിയറിന്റെ തുടക്കകാലത്താണ്. അതായത് പോർച്ചുഗീസ് ക്ലബ്ബായ വിക്ടോറിയക്ക് വേണ്ടി തുടക്കകാലത്ത് റാഫീഞ്ഞ കളിച്ചിരുന്നു. അന്നാണ് അദ്ദേഹം ഒരു പെനാൽറ്റി പാഴാക്കിയത്. അതിനുശേഷം ഒരുപാട് ടീമുകൾക്ക് വേണ്ടി അദ്ദേഹം കളിച്ചു. ഒരൊറ്റ പെനാൽറ്റി പോലും അദ്ദേഹം പാഴാക്കിയിട്ടില്ല. അതായത് റന്നസിന് വേണ്ടി കളിച്ചു, ലീഡ്സ് യുണൈറ്റഡിന് വേണ്ടി കളിച്ചു, ബ്രസീലിന്റെ ദേശീയ ടീമിന് വേണ്ടി കളിച്ചു, FC ബാഴ്സലോണയ്ക്ക് വേണ്ടി കളിച്ചു. ആ സമയത്ത് ലഭിച്ച പെനാൽറ്റികൾ ഒന്നും തന്നെ അദ്ദേഹം പാഴാക്കിയിട്ടില്ല. 2019 ശേഷം പെനാൽറ്റി എടുത്ത എല്ലാ പെനാൽറ്റികളും ഗോളാക്കി മാറ്റാൻ റാഫീഞ്ഞയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് ആകെ 16 പെനാൽറ്റികളാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. അതിൽ 15 പെനാൽറ്റികളും ഗോളാക്കി മാറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഒരൊറ്റ പെനാൽറ്റി മാത്രമാണ് അദ്ദേഹം പാഴാക്കിയിട്ടുള്ളത്. ബാക്കിയുള്ളതെല്ലാം ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ ഈ ഒരു ബ്രസീലിയൻ സൂപ്പർ താരത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള പെനാൽറ്റികൾ അദ്ദേഹത്തെ ഏൽപ്പിക്കണം എന്നുള്ള ആവശ്യം ശക്തമാണ്. FC ബാഴ്സലോണയിൽ കഴിഞ്ഞ ദിവസം യമാൽ ഒരു പെനാൽറ്റി പാഴാക്കിയിരുന്നു. അങ്ങനെ ബ്രസീലിയൻ ദേശീയ ടീമിലാണെങ്കിലും പെനാൽറ്റികൾ പാഴാക്കുന്നത് കാണപ്പെടുന്ന ഒരു കാര്യമാണ്. ആ സമയത്താണ് റാഫീഞ്ഞ പോലെയുള്ള ഒരു താരത്തിന്റെ പ്രസക്തി നമുക്ക് മനസ്സിലാവുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.